ഈ ഇന്നത്തെ ഒരു വാർത്ത ഏറെ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. അതിൻ്റെ തലക്കെട്ടിങ്ങനെയാണ്: കൈക്കൂലിക്കാരെ കുടുക്കുമെന്ന് മുഖ്യമന്ത്രി. നോക്കണേ, ഇതിൻ്റെ ഒരു തമാശ, ഒരു വിരോധാഭാസം അത് ആർക്കും വായിച്ചെടുക്കാവുന്ന കാര്യമാണ്. ഈ 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേൽക്കുന്നു. മെയ് മാസത്തിൽ തിരുവനന്തപുരത്ത് ഭരണസിരാ കേന്ദ്രത്തിൻ്റെ പിൻവശത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. എല്ലാവർക്കും അതിൽ പ്രവേശമുണ്ട്. വലിയ ആഘോഷത്തിമിർപ്പോടുകൂടിയാണ് പിണറായി വിജയൻ്റെ വരവ്. കാരണം ഒരു 10-15 വർഷക്കാലം പാർട്ടിയെ മുഴുവൻ തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് നിർത്തി അടക്കി ഭരിച്ച പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നു. അവിടെ നമ്മൾ കേട്ട മുദ്രാവാക്യമാണ് LDF വരും, എല്ലാം ശരിയാകും. ആ പ്രധാന മുദ്രാവാക്യത്തിലൂടെയാണ് LDF അധികാരത്തിൽ വന്നത്. നമ്മുടെ VS അച്യുതാനന്ദനെ മുൻനിരയിൽ നിർത്തിക്കൊണ്ടുമാണ് വോട്ട് പിടിച്ചത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം കൊടുക്കില്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. 2011 മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത വീണ്ടും തെളിഞ്ഞായിരുന്നു. പക്ഷേ അത് പിണറായി വിജയനായിട്ട് തന്നെ തകർത്ത് കളഞ്ഞു. CPM-നെ തന്നെ LDF-നെ തോൽപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെ VS പ്രതിപക്ഷ നേതാവ് മാത്രമായി ഒതുങ്ങി. 2016 നീക്കമാണ് പിന്നീട് പിണറായി വിജയൻ നടത്തിയത്. അങ്ങനെ ആർത്തുല്ലസിച്ച് അധികാരത്തിൽ വന്നു. ഭരണസിരാ കേന്ദ്രത്തിൻ്റെ പിൻവശത്തുള്ള സ്റ്റേഡിയത്തിൽ നിന്നുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട്. എന്തോ ഒരു കരഘോഷമായിരുന്നു. ഇപ്പോഴും അത് നമ്മൾ യൂട്യൂബിലൂടെ കേൾക്കുമ്പോൾ പലർക്കും രോമാഞ്ചമുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇപ്പം അതിനകത്ത് രോമാഞ്ചം ഉണ്ടാകുന്നത് CPM-കാർക്ക് മാത്രമേ ഉള്ളൂ. പക്ക CPM-കാർക്ക് മാത്രം. അനുഭാവമുള്ളവർക്ക് ആ രോമാഞ്ചമൊക്കെ പോയി. രോമമൊക്കെ പിണറായി എന്ന് കേൾക്കുമ്പോഴേ എല്ലാം കൊഴിഞ്ഞുപോയി. അങ്ങനെ അന്ന് കേട്ട ആ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് പറഞ്ഞ ആ വാക്യം പലരുടെയും കാതിൽ ഇങ്ങോട്ട് വന്ന് അടിക്കുകയാണ്. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട്. അങ്ങനെ ആ ഒരു മുദ്രാവാക്യത്തിലൂടെ കേരള ജനതയെ മുഴുവനങ്ങ് കയ്യിലെടുത്ത പിണറായി വിജയൻ പിന്നീട് 2021 തുടർഭരണം കിട്ടിയപ്പോൾ എന്താണ് നടന്നത്? തുടർഭരണത്തിന് ശേഷം പിണറായിയുടെ ഗുണ്ടായിസം, പാർട്ടിയുടെ തൻപോരിമ, പിണറായി കുടുംബത്തിൻ്റെയും അഴിമതി പാർട്ടിയെ വൻ പ്രതിസന്ധിയിലാക്കി. പിന്നീട് ഒരു തരത്തിലും പിടികിട്ടാത്ത രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. മകളുടെ മാസപ്പടി കേസ്, സ്വർണ്ണക്കടത്ത്, ഇല്ലാത്തതൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള അതിൽ മുങ്ങി നിൽക്കുന്ന പിണറായി വിജയനാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: കൈക്കൂലിക്കാരെ കുടുക്കുമെന്ന്. പിണറായി വിജയൻ്റെ ചുറ്റിനും എന്താണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പെട്ടു നിൽക്കുന്നവരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു പത്മവ്യൂഹത്തിനകത്താണ് പിണറായി വിജയൻ നിൽക്കുന്നത്. ശിവശങ്കറെ പറ്റി നമ്മൾ കേട്ടു. ഇപ്പം കെ എബ്രഹാം എന്ന അവറാച്ചൻ ഇങ്ങനെ ലോകമെമ്പാടും വലിയ സമുച്ചയങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ്. അബ്രഹാമിനെ ഇപ്പം പേടിയാണ് പിണറായി വിജയൻ. പിന്നെ കൂടെ നിൽക്കുന്ന ശശി, ഇവരൊക്കെ അഴിമതി ആരോപണങ്ങളിൽ നിൽക്കുകയാണ്. PV അൻവർ MLA കുറേ നാളിന് മുമ്പ് ഇതൊക്കെ വിളിച്ചു പറഞ്ഞതുമാണ്. അങ്ങനെ CPM-ൽ നിന്ന് പുറത്തിറങ്ങി വന്ന ആളുമാണ്. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച MLA സ്ഥാനവും അങ്ങ് തിരികെ കൊടുത്തു. അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന പിണറായി വിജയൻ്റെ ആ പ്രസ്താവന ഇത്തരത്തിലാണ്: ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയാൽ അവരെ കുടുക്കാനുള്ള പദ്ധതി വിജിലൻസ് നടപ്പാക്കുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതേ വിജിലൻസാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസും മറ്റു പല കേസുകളും അന്വേഷിച്ച് അതിനെല്ലാം തന്നെ ക്ലീൻ ചിറ്റ് നൽകിയത്. ഇപ്പൊ പാവം പിടിച്ച ഉദ്യോഗസ്ഥരുടെ മേൽ മെക്കിട്ട് കയറുകയാണ്.
ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ കൈക്കൂലിക്കാരായ 700ഓളം സർക്കാർ ഉദ്യോഗസ്ഥരുടെ പട്ടിക വിജിലൻസ് തയ്യാറാക്കി. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥർ അഴിമതി നടത്തുന്നത് അംഗീകരിക്കാനാകില്ല. ഇത് ഗുരുതരമായ കുറ്റമാണ്. അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ അഴിമതിയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലാതാക്കും എന്നാണ്. എന്തായാലും 2025 ഇത് 4-ാം മാസമേ ആകുന്നുള്ളൂ. 2025 ഏറ്റവും വലിയ ഫലിതമാണ് നമ്മൾ ഈ കേട്ടത്. പിണറായി വിജയന് നമ്മളെ ചിരിപ്പിക്കാനും അറിയാം. ഈ കാണുന്ന ധാർഷ്ട്യവും കടക്കു പുറത്ത് എന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിൽ അങ്ങനെ നർമ്മം തുളുമ്പുന്ന ഒരു മൂത്ത സഖാവ് തന്നെയാണ് പിണറായി വിജയൻ. കമ്മ്യൂണിസ്റ്റുകാരിൽ നർമ്മമില്ലെന്ന് ആരാ പറഞ്ഞത്? അവർ നല്ല ഒന്നാന്തരം നർമ്മബോധമുള്ളവരും നർമ്മ ആസ്വാദകരും നർമ്മം കൊണ്ട് തന്നെ അതിൽ പൊതിഞ്ഞു നിൽക്കുന്നവരുമാണ്. ആ നർമ്മമാണിപ്പോൾ നമ്മൾ പിണറായിയിലൂടെ കേട്ടത്. എന്തായാലും ഇനിയൊരു വർഷം ഇത്തരത്തിലുള്ള നർമ്മമൊക്കെ വിളമ്പാനുള്ള സമയമാണ്. ഒരു വർഷം കഴിയുമ്പോൾ എല്ലാ നർമ്മവും പൊളിച്ചടുക്കി മിക്കവാറും പിണറായിക്ക് സ്ഥലം വിടാവുന്നുള്ള കാര്യത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ചൻ നമ്പ്യാരെയും സഞ്ജയനെയും VKNയെയും ഒക്കെ തന്നെ കടത്തി വെട്ടുന്ന തരത്തിൽ പിണറായി വിജയൻ ഫലിത പ്രിയനായി മാറിയിരിക്കുന്നു. ഫലിതം പറയുന്ന ആളായി മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ഫലിതമാണ് നമ്മൾ കേട്ടത്. കൈക്കൂലിക്കാരെ കുടുക്കുമെന്ന് ആണ്. അപ്പോൾ ആരായിരിക്കും കുടുങ്ങാൻ പോകുന്നത് എന്നുള്ളതും ഇനി കുറേ കാലം കഴിയുമ്പോൾ ഈ പത്രവാർത്തയും എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന കുടുംബം, പാർട്ടിയെ അങ്ങനെ ആക്കിയത് പിണറായി വിജയനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും അദ്ദേഹം 2016 സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട്. അതെന്തായാലും നമ്മളൊക്കെ അത് റെക്കോർഡ് ചെയ്ത് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കണം. അത് ഇടയ്ക്കിടെയൊക്കെ നമ്മൾ ഇട്ട് കേൾക്കുന്നതും നാടിനും ഐശ്വര്യമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പിണറായി വിജയൻ ഈ പറഞ്ഞതിൽ ഇതിനകത്തുള്ള ഒരു വിരോധാഭാസം കൂടി, അതായത് എന്തായാലും ഇനിയിപ്പോൾ ഈ വിഷയം പോളിറ്റ് ബ്യൂറോയും ഒക്കെ തന്നെ ചർച്ച ചെയ്യുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ കൈക്കൂലിക്കാരെ കുടുക്കും എന്നുള്ള പിണറായിയുടെ ഈ പ്രസ്താവന മാത്രമല്ല, അതൊരു ദൃഢപ്രതിജ്ഞ കൂടിയാണ്. ആ ദൃഢപ്രതിജ്ഞ എന്തായാലും പിണറായിക്കും നന്നായിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. ലാൽ സലാം.